സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പലരുടെയും കാഴ്ചപ്പാടുകളെക്കുറിച്ച് 2 കഥകളാവാം. ഭർത്താവിന് സ്ഥലം മാറ്റം വന്നത് കാരണം നവദമ്പതികൾ പുതിയ താമസ സ്ഥലത്തെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനിടയിൽ അവൾ ജനൽച്ചില്ലകളിലൂടെ പുറത്തേക്ക് നോക്കി. അപ്പുറത്തെ സ്ത്രീ വസ്ത്രങ്ങൾ ഉണക്കാനിട്ടിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പുറത്തെ സ്ത്രീക്ക് വസ്ത്രങ്ങൾ അലക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു, അവൾ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ അവളുടെ കുറ്റം കൊണ്ടായിരിക്കേയില്ല. അവൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഗുണമേന്മ കുറഞ്ഞതായിരിക്കാം. ഹോ, ഇങ്ങനെ അലക്കുന്നതിനേക്കാൾ അലക്കാതിരിക്കുന്നതായിരിക്കും ഭേദം. ഒരു വൃത്തിയുമില്ല. എൻ്റെ അലക്കാത്ത വസ്ത്രങ്ങൾ ഇതിലും എത്രയോ വൃത്തിയുള്ളതാണ്, അവൾ തുടർന്നു. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് നോക്കി അവൾ ആ വസ്ത്രങ്ങളുടെ വൃത്തിയില്ലായ്മയെക്കുറിച്ച് ഓരോ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു, ഹായ്, ഇന്ന് എത്ര വൃത്തിയായി വസ്ത്രങ്ങൾ അലക്കിയിട്ടിരിക്കുന്നു. അവസാനം അവൾ അലക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ ഗുണമേന്മയുള്ള പുതിയ സോപ്പ് വാങ്ങിക്കാണും. അതുമല്ലെങ്കിൽ അവളുടെ ഭർത്താവ് അലക്കി കാണും. അവൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനിന്ന് അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ പുതിയ ഈ വീടെല്ലാം വൃത്തിയാക്കി. അതുപോലെ നമ്മുടെ വീട്ടിലെ ജനൽച്ചില്ലുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി, ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നമ്മുടെ വീട്ടിലെ വൃത്തിഹീനമായ ജനൽച്ചില്ലുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ അയൽ വീട്ടിലെ ഭംഗിയുള്ള കാഴ്ചകൾ വൃത്തിഹീനമായി തോന്നി. നമ്മുടെ കണ്ണട മോശമായി പോയതിന് മറ്റുള്ളവർ എന്തു പിഴച്ചു? ചില മനുഷ്യർ ഇങ്ങനെയാണ്. വ്യക്തികളെയും പ്രശ്നങ്ങളെയും നോക്കിക്കാണുന്നത് അവരുടെ വീക്ഷണകോണിലൂടെ മാത്രമാണ്. നോക്കൂ, നമ്മുടെ മനോഭാവമാണ് ആദ്യം മാറേണ്ടത്. അത് മാറിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഒരു കഥ കൂടി പറയാം. ധനികനായ ഒരു മനുഷ്യന് കണ്ണിൽ അസഹ്യമായ വേദനയുണ്ടായി. അദ്ദേഹം പല ഡോക്ടർമാരെ കാണിച്ചിട്ടും അസുഖത്തിന് ഒരു കുറവും വന്നില്ല. കുറേ മരുന്നുകൾ കഴിച്ചെങ്കിലും വേദനയ്ക്ക് ഒട്ടും കുറവ് വന്നില്ല. ദിവസം ചെല്ലുന്തോറും വേദന കൂടി വന്നു. അങ്ങനെ ഒരു നാൾ ഇത്തരം അസുഖങ്ങൾ ചികിത്സിക്കുന്ന ഒരു സന്യാസിയുടെ അടുക്കലെത്തി തൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ സന്യാസിക്ക് ആ അസുഖത്തിൻ്റെ കാര്യം പിടികിട്ടി. അദ്ദേഹം അവനോട് പറഞ്ഞു, നിങ്ങൾ ഇനി കുറച്ചു നാളത്തേക്ക് പച്ച നിറങ്ങളിലേക്ക് മാത്രമേ നോക്കാവൂ. വേറെ ഒരു നിറത്തിലും നോക്കരുത്. ഇത് കേട്ട് ആ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഇത്തരം വിചിത്രമായ ചികിത്സയിൽ അയാൾക്ക് അത്ഭുതം തോന്നിയെങ്കിലും തൻ്റെ കണ്ണിൻ്റെ വേദന എങ്ങനെയെങ്കിലും കുറയണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു. വീട്ടിൽ ചെന്ന അയാൾ ആ വീട് മുഴുവൻ പച്ചനിറമാക്കി. വീട്ടിലുള്ള സാധനങ്ങൾ പുറത്തെടുത്ത് നോക്കുന്ന സാധനങ്ങളെല്ലാം പച്ചനിറമാക്കി. അങ്ങനെ ആ ചികിത്സ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്യാസി അയാളുടെ വീട്ടിലെത്തി. അപ്പോൾ അവിടെയുള്ള വീടും സാധനങ്ങളുമെല്ലാം പച്ചനിറമാക്കിയത് കണ്ട് അതിശയിച്ചു പോയി. വളരെ ആശ്ചര്യത്തോടെ അദ്ദേഹം അയാളുടെ അടുക്കൽ ചെന്ന് ഇവിടെ മുഴുവൻ പച്ചനിറമാക്കിയതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് പച്ചനിറം മാത്രമേ കുറച്ചുനാൾ നോക്കാവൂ എന്ന്. അതിനാൽ ഞാൻ നോക്കുന്ന ഭാഗമെല്ലാം പച്ചനിറം അടിച്ചു. അപ്പോൾ ആ സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ പച്ചനിറമാക്കി മാറ്റാൻ കഴിയുമോ? നിങ്ങൾക്ക് വെറും ഒരു പച്ചക്കണ്ണട വാങ്ങി വെച്ചാൽ പോരെ? ആ കണ്ണടയ്ക്ക് പകരം ഇത്രയും പണം ചെലവാക്കി പച്ചനിറമാക്കേണ്ടതുണ്ടോ? തുടർന്ന് ആ സന്യാസി പറഞ്ഞു, ഈ ലോകമോ ലോകത്തിൻ്റെ രൂപമോ മുഴുവൻ നമ്മുടെ രീതിയിലാക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണ്. പകരം സ്വയം മാറാൻ ശ്രമിക്കുക. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടിൽ കൂടി നോക്കുമ്പോൾ ലോകം നമ്മുടെ മുൻപിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തെളിഞ്ഞു കാണാം. ഇത് പലപ്പോഴും എല്ലാവർക്കും ബാധകമാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയൊന്ന് ചിന്തിക്കൂ. അത് പല കാര്യങ്ങൾക്കും പരിഹാരമാകും.